പണത്തട്ടിപ്പ് നടത്തിയ ഇയാളെ ജയിലിലടയ്ക്കുന്നു. അവിടെ ആയിരിക്കുമ്പോൾ നന്നാവാൻ തീരുമാനിച്ച് പുതിയൊരു മെഷീൻ കണ്ടുപിടിക്കുന്നു. അയാളുടെ നല്ല നടപ്പ് കാരണം ശിക്ഷയിളവ് വരുത്തി പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുന്നു. പക്ഷേ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം ചേഞ്ച് ആയിരിക്കുന്നു. അദ്ദേഹമില്ലാതെ വീട്ടിലെ എല്ലാവരും ജീവിക്കാൻ ശീലിച്ചിരിക്കുന്നു. ഒത്തിരി വർഷം കഴിഞ്ഞ് ഹസ്ബൻഡിനെ കണ്ടിട്ടും വൈഫിന് സന്തോഷം തോന്നുന്നില്ല. വേണം വേണ്ടാതെ അകത്തേക്ക് വരാൻ പറയുന്നു. അകത്ത് വന്ന് നോക്കുമ്പോൾ വീടിനകത്ത് മുഴുവൻ പുകയാണ്. എന്താണെന്നറിയാൻ റൂം തുറന്നു നോക്കുമ്പോൾ മൂത്ത മകൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ വന്നിട്ടും ഒരു ബഹുമാനവുമില്ലാതെ കാണാത്തതുപോലെ ഇരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഇളയ മകൻ ഇപ്പോഴും അദ്ദേഹത്തോട് അതേ സ്നേഹത്തോടെ തന്നെ ഇരിക്കുന്നു. അച്ഛൻ തിരിച്ചു വന്നതിൽ അവൻ മാത്രം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് അത് കുറച്ച് ആശ്വാസം കൊടുക്കുന്നു. അവന്റെ കാലിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വാങ്ങിക്കൊടുത്ത ഷൂ ചെറുതായി കീറിയെങ്കിലും അച്ഛനെ സന്തോഷിപ്പിക്കുന്നതിനായി അവൻ അത് തന്നെ ഇട്ടിരിക്കുന്നു. അന്ന് രാത്രി ഫാമിലിയിലെ എല്ലാവരെയും വിളിച്ചിരുത്തി അദ്ദേഹം നന്നായെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച മെഷീന്റെ ബിസിനസ് നടത്തി നല്ല ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നതായി പറയുന്നു. പക്ഷെ അവർക്ക് അദ്ദേഹത്തെ വിശ്വാസമാവുന്നില്ല. അതുകൊണ്ട് വിശ്വാസം വരുന്നതുവരെ വീട്ടിൽ താമസിക്കാതെ ഗ്യാരേജിനകത്ത് താമസിക്കാൻ പറയുന്നു. അദ്ദേഹം അത് കാര്യമാക്കാതെ എങ്ങനെയെങ്കിലും മുന്നേറി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പഴയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് ഹെൽപ്പ് ചോദിക്കുന്നു. പക്ഷെ ആരും അദ്ദേഹത്തോടൊപ്പം ബിസിനസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പോകുന്ന സ്ഥലത്തെല്ലാം അദ്ദേഹത്തെ റിജക്ട് ചെയ്യുന്നു. അവസാനം അദ്ദേഹം നന്നായി ജീവിക്കാൻ ആഗ്രഹിച്ചാലും സമൂഹം അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ബിസിനസ് ചെയ്യാൻ നല്ലൊരു സ്പോൺസറിനെ കിട്ടാത്തത് കൊണ്ട് വീണ്ടും മോഷ്ടിക്കാൻ പോകുന്നു.